So please sarak whatever. ഓക്കെ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ ചെയ്യുന്നതിന് മുമ്പ്, അതിന് പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ലോജിക് നോക്കാം. ഇപ്പോൾ എൻ്റെ ഹെക്സാഡെസിമൽ നമ്പർ എടുത്തു എഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം അതിൻ്റെ ഡെസിമൽ വാല്യൂ നോക്കാം. എഫ് എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമലിൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 255 ആണ്. ഇനി ഇതെങ്ങനെ 255ലേക്ക് എത്തിക്കും നോക്കാം. ലോജിക്ക് ഭയങ്കര സിമ്പിളാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ എഫ് എന്ന് പറഞ്ഞ വാല്യൂവിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊരു ഹെക്സാഡെസിമൽ വാല്യൂ ഉണ്ട്. നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ എന്തായിരിക്കണം, ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കും. 100ൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂ ആണ് 64. ഓക്കെ, അപ്പോൾ പ്രോഗ്രാമിൽ കൊടുക്കുമ്പോൾ 64 എന്ന് കൊടുക്കണം. അപ്പോൾ എന്താണ്, എഫ് ഡിവൈഡ് ബൈ 100 ആണ്. ഇവിടെ 64 നോക്കണ്ട, ഇത് ഹെക്സാഡെസിമൽ 64 ആണ്. അപ്പോൾ എഫ് ഡിവൈഡ് ബൈ 64 എന്ന് പറയുമ്പോഴത്തേക്കും 255 ഡിവൈഡ് ബൈ 100. അത് 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോഷ്യൻ്റ് ആയിട്ട് 0.2 എന്നും കിട്ടും. റിമൈൻഡർ ആയിട്ട് കോപ്പി പേസ്റ്റ്, റിമൈൻഡർ ആയിട്ട് 37 എന്നും കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതെങ്ങനെ 37, ഇവിടെ 100 വെച്ച് ഡിവൈഡ് ചെയ്താൽ 55 അല്ലേ ഇവിടെ വരേണ്ടതെന്ന് ആലോചിക്കും. അല്ല, ഇത് ഹെക്സാഡെസിമൽ ഡിവിഷൻ ആയതുകൊണ്ട് എഫിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് 0.2 കിട്ടുമെങ്കിലും ബാക്കി റിമൈൻഡർ ഹെക്സാഡെസിമൽ വാല്യൂലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 37 നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പിൽ ഇതിനെയും ഡെസിമൽ നമ്പർ ആക്കി മാറ്റണം. അതിന് ഡെസിമൽ നമ്പർ ആക്കാൻ വേണ്ടിയിട്ടും ആ സ്റ്റെപ്പും വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിമൈൻഡറിനെ നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യണം. 10ൻ്റെ ഹെക്സാഡെസിമൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0A എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് റിമൈൻഡർ എത്ര വരും, 37 നോക്കണ്ട. 37ൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 55 ആണ്. അപ്പോൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും കോഷ്യൻ്റ് 0.5 എന്നും വരും, റിമൈൻഡർ 0.5 എന്ന് വരും. മനസ്സിലായില്ലേ? 37ൻ്റെ ഡെസിമൽ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 55 ആണ്. 55നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും കോഷ്യൻ്റ് 5 വരും, റിമൈൻഡർ 5 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ബേസിക്കലി നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് സെപ്പറേറ്റ് 5 എന്നല്ല കാണിക്കേണ്ടത്, 55 എന്നാണ് കാണിക്കേണ്ടത്. അതിന് എന്ത് ചെയ്യണം, ഇത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക, 5 + 5 10 എന്ന് കിട്ടുള്ളൂ. നമുക്ക് ആഡ് അല്ല ചെയ്യേണ്ടത്, നമുക്ക് മേർജ് ആണ് ചെയ്യേണ്ടത്. അതിന് മേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കോഷ്യൻറ്റിനെ സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് എന്ന് വെച്ചാൽ എന്താവും, 0.5 മാറിയിട്ട് 50 എന്നാകും. ഓക്കെ, എന്നിട്ട് ഈ റിമൈൻഡർ അതേപോലെ തന്നെ താഴത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്കിപ്പോൾ എന്തുണ്ട്, 50 ഉണ്ട്, 0.5 ഉണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർ ഗേറ്റ് യൂസ് ചെയ്താൽ മതി. ഓർ ഗേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5ഉം 0ഉം മേർജ് ആവും. അപ്പോൾ എന്നിട്ടും 5 തന്നെ കിട്ടും. 0 5ഉം മേർജ് ആവും. അപ്പോൾ എന്നിട്ടും നമുക്ക് 5 തന്നെ കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ എന്തായിരിക്കും, നമുക്ക് ഫൈനൽ ആൻസർ 55 എന്ന് വരും. നമുക്ക് എന്തിൻ്റെ ബേസിക്കലി നമ്മൾ ഉത്തരം കിട്ടി. നമ്മൾ നേരെ തിരിച്ചു വരാം, നമ്മുടെ 8051ൻ്റെ മെമ്മറിയിലേക്ക് വരാം. ഇവിടെ കോഷ്യൻ്റ് 0.2 എന്ന് കിട്ടിയില്ലേ, ആ 0.2 എടുത്തിട്ട് ഒരു ലൊക്കേഷനിൽ ഇടാം. 8200 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നമ്മൾ എന്ത് ഇടാം, 0.2 എന്ന് പറഞ്ഞ വാല്യൂ ഇടാം. ഇനി നേരെ ഇവിടെ വന്നിട്ട് ഈ കിട്ടി 55 ഇല്ലേ, ഈ 55 എടുത്തിട്ട് ഇവിടെ ഇടാം. അപ്പോൾ നമ്മൾ എന്തായി, നമ്മുടെ ആൻസർ ഇപ്പോൾ ബേസിക്കലി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ഉണ്ടായ എഫ് എന്ന് പറഞ്ഞ വാല്യൂ ഒരു തവണ 100 വെച്ച് ഡിവൈഡ് ചെയ്തു, കോഷ്യൻ്റ് കിട്ടി, റിമൈൻഡർ കിട്ടി. ആ റിമൈൻഡറിനെ ഒന്നുകൂടി 10 വെച്ച് ഡിവൈഡ് ചെയ്തു, കോഷ്യൻ്റ് കിട്ടി, റിമൈൻഡർ കിട്ടി. ആ റിമൈൻഡറിനെ സ്വാപ്പ് ചെയ്യണം, എന്നിട്ട് ഒരു ഓവർ ഗേറ്റ് യൂസ് ചെയ്യണം, ആ വാല്യൂ കൊണ്ടിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് പ്രോഗ്രാമിംഗ് പാർട്ടിലേക്ക് വരാം. അപ്പോൾ പ്രോഗ്രാം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് org000H. ഇതിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പ്രോഗ്രാം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടേ, ഈ എഫ് എന്ന് പറഞ്ഞ വാല്യൂ ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 810 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ കോപ്പി പേസ്റ്റ്, 8100 എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് എൻ്റെ എന്തിരിക്കുന്നത്, ഹെക്സാഡെസിമൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ DPTR മൂവ് DPTR #8100H. എന്തുകൊണ്ടാണ് 8100 എൻ്റെ വാല്യൂ ഇരിക്കുന്നത്. ഇനി അടുത്ത് എന്ത് ചെയ്യേണ്ടത്, അതൊന്ന് നമ്മൾ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യണം. മൂവ് XA, @DPTR. ഇപ്പോൾ അക്യുമുലേറ്ററിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, 0FF എന്ന് പറഞ്ഞ വാല്യൂ അക്യുമുലേറ്ററിൻ്റെ ഉള്ളിലേക്കുണ്ട്. ഇനി അടുത്ത് എന്താ വേണ്ടത്, നമ്മളിവിടെ പറഞ്ഞു ഇതിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ 64 എന്ന് എഴുതിയിരിക്കുന്നത് ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. അപ്പോൾ നമ്മളത് 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. ആ 100 ഇവിടെ കൊടുക്കണം. B രജിസ്റ്ററിൻ്റെ ഉള്ളിൽ മൂവ് B, 100 വരെ എന്താ കൊടുക്കേണ്ടത്, #64H. 100ൻ്റെ ഹെക്സാഡെസിമലായ #64H. അപ്പോൾ നമ്മൾ B രജിസ്റ്ററിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഇപ്പോൾ 64 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, 64H. അതെന്ന് വെച്ചെങ്കിൽ 100. ഇനി എന്താ, നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ, ഈ എഫിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് div AB എന്ന് കൊടുത്താൽ മതി. ഡിവിഷൻ AB ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ കോഷ്യൻ്റ്, ഈ കോഷ്യൻ്റ് എയിലും ഇതിൻ്റെ റിമൈൻഡർ ബിയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് കോഷ്യൻ്റ് എന്ത് കിട്ടിയ, 2 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ 2 കൊണ്ടുപോയിട്ട്
ഈ 2 അക്യുമുലേറ്ററിലേക്ക് വരും. ഇവിടുത്തെ എഫ് എന്ന് പറഞ്ഞ വാല്യൂ മാറിയിട്ട് അക്യുമുലേറ്ററിൽ 2 എന്ന് വരും. ബി മാറിയിട്ട് 37 എന്നും വരും. ഒന്നുകൂടി പറയാം, ഈ 37 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. അത് നമ്മൾ ഒന്നുകൂടി ഡെസിമൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ 255ന്റെ 2 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 8100ലേക്ക് സ്റ്റോർ ചെയ്യാം. 8100 സ്റ്റോർ ചെയ്യാൻ മുമ്പ് ജസ്റ്റ് ഒന്ന് R0ലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൂവ് R0 A എന്ന് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഈ അക്യുമുലേറ്ററിലെ വാല്യൂ R0യിൽ ടെമ്പററി സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ റിമൈൻഡറിനെ ഡെസിമൽ വാല്യൂ ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണ്ടേ? 10 എന്ന് പറഞ്ഞ നമ്പർ വെച്ച് 0 A എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ ബിയിലെ വാല്യൂ എടുത്തിട്ട് അക്യുമുലേറ്ററിലേക്ക് കൊടുക്കണം. ബിന്റെ വാല്യൂ എടുത്തിട്ട് അക്യുമുലേറ്ററിലേക്ക് കൊടുക്കണം. അതിന് വേണ്ടി എഴുതുന്ന ഇതാണ് മൂവ് എ കോമ ബി. അപ്പോൾ ബിയിലെ വാല്യൂ എയിലേക്ക് വന്നു. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ബിയിൽ 10 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കണം. നേരത്തെ ഇവിടെ 64 വെച്ച് കൊടുത്ത പോലെ മൂവ് പി കോമ ഹാഷ് 0AH. അപ്പോൾ ബിന്റെ ഉള്ളിൽ എന്തുണ്ട്? 0A എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഇനി എന്ത് ചെയ്യുക? ഒന്നും കൂടി ഈ എനെ ബി വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിഫ് എ ബി എന്ന് പറയുമ്പോഴത്തേക്കും 37 10 വെച്ച് ഡിവൈഡ് ചെയ്യും. അതിൻ്റെ കോഷ്യന്റ് 0.5 എന്ന് പറഞ്ഞ കോഷ്യന്റ് എവിടെ വരും? ഇവിടെ 37ന്റെ അവിടെ വരും. 0.5 റിമൈൻഡർ അക്യുമുലേറ്ററിലേക്ക് വന്നു. ബാക്കി കോഷ്യന്റ് അക്യുമുലേറ്ററിൽ വന്നു. ബാക്കി റിമൈൻഡറിന്റെ 0.5 എവിടെ വന്നു? തിരിച്ച് ബി രജിസ്റ്ററിന്റെ ഉള്ളിലേക്ക് വന്നു. ഓക്കെ, ഇപ്പൊ എന്റെ ഉള്ളിൽ 0.5 ഉണ്ട്, ബിന്റെ ഉള്ളിൽ 0.5 ഉണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? ഈ 5നെയും ഈ 5നെയും മേർജ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം? കോഷ്യന്റിനെ ഒന്ന് സ്വാപ്പ് ചെയ്യണം. കോഷ്യന്റ് എവിടെ ഇരിക്കുന്നത്? അക്യുമുലേറ്ററിന്റെ ഉള്ളിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? അക്യുമുലേറ്ററിനെ ഒന്ന് സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് എ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 0.5 മാറിയിട്ട് 50 എന്ന് പറഞ്ഞു വരും. ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ 0.5നെയും ഈ 50നും 0.5നെയും ഒരു ഓർ ഗേറ്റ് വെച്ചിട്ട് മേർജ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ നമ്മുടെ 0.5ഉം 0.5നും മേർജ് ചെയ്യാൻ വേണ്ടി ഓർ ഗേറ്റ് യൂസ് ചെയ്താൽ. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുള്ള എളുപ്പം മെത്തേഡ്. നമ്മളിപ്പോൾ ഈ 0.5നെ സ്വാപ്പ് ചെയ്തു. അപ്പോൾ കോഷ്യന്റിൽ ഇപ്പോൾ ഇരിക്കുന്നത് എന്താ? 50 എന്നുള്ളത് വാല്യൂ അല്ലേ? നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താ? 55 അല്ലേ? അപ്പോൾ 50 + 5 = 55 അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് എ കോമ ബി, അഡീഷൻ ചെയ്യാം. അപ്പോൾ 50 + 55 50 + 5 = 55 എന്ന വാല്യൂ കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? അക്യുമുലേറ്ററിൽ 55 എന്ന വാല്യൂ ഇവിടെയും സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ഈ 2 എന്ന് പറഞ്ഞ വാല്യൂ 8100ലും സ്റ്റോർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? ഈ വാല്യൂ ഇപ്പോൾ കിട്ടിയ എന്റെ വാല്യൂ ഒരു R1ലേക്ക് മൂവ് R1 കോമ എ എന്ന് അടിക്കാം. അപ്പോൾ അക്യുമുലേറ്ററിൽ 55 എന്ത് ചെയ്തു? R1ൽ സ്റ്റോർ ആയി. അപ്പോൾ 255 എന്ന് ഇപ്പോൾ നമുക്ക് കിട്ടി. അതിനി എന്ത് ചെയ്യണം? 8101ലും 8102ലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ DPTR ഒന്ന് ഇൻക്രീസ് ചെയ്യുക. ഇത്ര നേരം DPTR ഇവിടെയാണ് ഇരിക്കുന്നത്, 8100 ഇരിക്കുന്നത്. ഇൻക്രീസ് DPTR. അല്ല വെയിറ്റ്, എനിക്കിപ്പോൾ 8200 എന്ന് പറഞ്ഞ ലൊക്കേഷൻ വേണമെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? മൂവ് DPTR ഹാഷ് 8200H. 8200Hലേക്ക് DPTR ഇപ്പോൾ 8200Hലേക്ക് വന്നു. ഇനി എന്ത് ചെയ്താൽ മതി? R0ന്റെ വാല്യൂ അക്യുമുലേറ്ററിലേക്ക് ഇടാം, 8200ലേക്ക് വരാം. അപ്പോൾ മൂവ് എ കോമ R0. അപ്പോൾ ഈ R0 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ വരും, അക്യുമുലേറ്ററിന്റെ ഉള്ളിലേക്ക് വരും. അതിനുശേഷം എന്ത് ചെയ്യാം? അക്യുമുലേറ്ററിലുള്ള വാല്യൂ എടുത്തിട്ട് DPTR കൊടുക്കണം. അപ്പോൾ മൂവ് എക്സ് അറ്റ് DPTR A. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 2 എന്ന് പറഞ്ഞ വാല്യൂ വരും. ഇനി ഒന്നുകൂടി എന്ത് ചെയ്യണം? DPTR ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് DPTR ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും DPTR ഇപ്പോഴത്തെ ലൊക്കേഷനിലേക്ക് വരും. ഇനി 55 അക്യുമുലേറ്ററിലേക്ക് കൊടുക്കുക, സെയിം മെത്തേഡ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് R0 വരും, R1 എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റും? ഇത് അക്യുമുലേറ്ററിലേക്ക് വരും, അക്യുമുലേറ്റർ വാല്യൂ ഇങ്ങോട്ടേക്ക് വരും. 255 നമുക്ക് കിട്ടി. അത്രേ ഉള്ളൂ. പ്രോഗ്രാം എൻഡ് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഡീബഗിൽ പോവാം. ആദ്യം ഞാൻ ഒന്ന് ബിൽഡ് ചെയ്തു. ഡീബഗിലേക്ക് പോവാം, സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ വാല്യൂ കൊടുക്കേണ്ടത് 8100Hലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? എക്സ് 8100H. അവിടെ വന്നിട്ട് ഞാൻ എഫ് എന്ന് പറഞ്ഞ വാല്യൂ എൻ്റർ ചെയ്തു. ഡീബഗത്ത് റൺ ചെയ്യുമ്പോഴത്തേക്കും ഇനി 8200H എന്ന് പറഞ്ഞ ലൊക്കേഷൻ പോകുമ്പോൾ കണ്ട 255. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ സക്സസ്ഫുള്ളി ഡെസിമൽ നമ്പർ ആക്കി കൺവേർട്ട് ചെയ്തു.